ഹേ 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 ലോകം പടമുള്ള യൂട്യൂബ് ചാനൽ വ്ളോഗ്സിലും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഏകദേശം കുറച്ച് നാളെ ഏകദേശം ഒരു കൊല്ലം അവാർഡായി ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് വ്ളോഗ് എന്ന് പറയണത് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് പുതിയ പോസ്റ്റിംഗ് ഒക്കെ ഇട്ടിട്ട്. പക്ഷേ നമുക്ക് പ്രകൃതി പ്രതികൂലമായതുകൊണ്ട് പോയ വ്ളോഗായിരിക്കും തോന്നുന്നുണ്ട്. അതായിരിക്കണം എൻ്റെ ലാസ്റ്റ് വ്ളോഗ്. അതെ, അപ്പോൾ ഇതൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കുന്നതാണ്. 2025 ഫെബ്രുവരി. ഇന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത ദിവസം 6-ാം തീയതി. ഒരു പരിപാടിയൊക്കെ ആയിട്ട് പോണതാ. ഞാൻ കുറേ കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പം അത് നിങ്ങളെയും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ. നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു, അതിൽ നിന്ന് ഞാൻ പുതിയത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാക്ക്. ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഒരു കോൺഫറൻസിൽ പോണതാണ്. കോൺഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന ബിടെക് പഠിക്കുന്ന കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും, എല്ലാ കോളേജിലും. അപ്പോൾ ഞാൻ പഠിക്കുന്നത് KTUവിൻ്റെ അണ്ടറിലൊരു കോളേജാണ്. അതിൻ്റെ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിൽ ബ്ലോഗറായിട്ടല്ല, മീഡിയ കമ്മിറ്റിയിൽ തന്നെ പിടിച്ചിട്ടിട്ടുണ്ട്, അതേപോലെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ 2 കമ്മിറ്റിയും മാനേജ് ചെയ്യാനായിട്ടാണ് ഞാൻ പോണത്. 4 ദിവസം ഫുഡ് ഫ്രീ, അക്കോമഡേഷൻ ഫ്രീ, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവൽ അതിൻ്റെ അലവൻസും അവർ തരും, നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെയായിട്ടാണ് കഥ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പോണത് തന്നെ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു കോൺഫറൻസിൽ പോയിട്ട്, അതും പങ്കെടുക്കാനല്ല, അത് നടത്താനായിട്ട്. മീഡിയ വോളണ്ടിയറായിട്ട്, അതുപോലെ ടെക്നിക്കൽ സെക്ഷൻ വോളണ്ടിയറായിട്ട് 2 എണ്ണത്തിൻ്റെ ചാർജ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് നടക്കുന്നത് ഫെബ്രുവരി 7, 8, 9 ദിവസമാണ്. അപ്പോൾ ഞാൻ 6-ാം തീയതി ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോൾ എത്തും. അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ കാര്യങ്ങൾ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നാളെ തുടങ്ങാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് അവിടുത്തെ പിള്ളേരൊക്കെ പരിചയപ്പെട്ട് അവരും ബ്ലോഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികൾ ചെയ്യുന്നുണ്ട്. നല്ല ഗ്രാൻഡ് പരിപാടിയാണ്. ഫുഡൊക്കെ അടിപൊളി ഫുഡാണെന്നാണ് ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിഞ്ഞ് കാണാം. പരിപാടിക്ക് ബിടെക്, എംടെക്, PhD അങ്ങനത്തെ വലിയ ടീംസ് വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവരുടെ പേപ്പർ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വേറെ കോളേജസിൻ്റെ കൾച്ചറൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പോണത് ട്രെയിനിനല്ല, ബസ്സിനാണ്. നമ്മുടെ KSRTCയുടെ ആനവണ്ടി ഷിഫ്റ്റിലാണ് പോണത്. അപ്പോൾ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തി കഴിഞ്ഞാൽ ആരെങ്കിലും വിൽക്കുകയാണെങ്കിൽ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ വരുമെന്ന് അറിയില്ല. വരികയാണെങ്കിൽ അങ്ങനെ അവരുടെ കൂടെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഊബർ വിളിച്ചിട്ട്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ട്, ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം ഓഗസ്റ്റിലേക്ക് 3-ാം കൊല്ലമാവും. അപ്പോൾ ആ ഒരു ദിനത്തിൽ എനിക്ക് പതിയെ ഇതൊന്നൊരു അപ്ഡേഷൻ നടത്തിയാലോ എന്ന പ്ലാൻ ഉണ്ട്. അതായത് പേര് മാറ്റുക, ലോഗോ മാറ്റുക, കണ്ടന്റ് മാറ്റാന്ന് വെച്ചാൽ എൻ്റെ കണ്ടന്റ് ഇങ്ങനത്തെ പോലെയൊക്കെ തന്നെ ഉള്ളൂ. വല്ലാതെ എക്സ്ട്രീം ലെവൽ കണ്ടന്റ് ചെയ്യാനായിട്ട് എൻ്റെ പറ്റില്ല. തൊട്ടില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് വലിയ എക്സ്ട്രീം ലെവലിൽ കണ്ടന്റ് ചെയ്യാനും പറ്റില്ല. പേര് മാറ്റുക, അതുപോലെ ലോഗോ മാറ്റുക, അങ്ങനെ കാര്യം ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, പേര് മാറ്റാനായാലും എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടാലും മതി. എനിക്ക് പറ്റിയ നല്ല ബ്ലോഗിന് ചാനലിടാൻ പറ്റിയ വേറെ പേര്, വെറൈറ്റി ആയിരിക്കണം, യൂണീക്നെസ് ഫീൽ ചെയ്യണം. അതായത് നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു സ്പെഷ്യൽ ആയിരിക്കണം. അത് ആ പേര് എനിക്ക് മാത്രം ഉണ്ടാവുന്ന രീതിയിൽ. അത് ചിലപ്പോൾ എൻ്റെ പേരിട്ടിട്ട് അങ്ങനെ ചെയ്യാം, അതിനെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ക്രിയേറ്റീവും ഫണ്ണിയും ആ ഒരു ലെവലിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അങ്ങനത്തെ പേര് വല്ലതും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ഇത്രയും ടൈം ഗ്യാപ്പ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി 2 സെം കഴിഞ്ഞത്. ഞാൻ ലാസ്റ്റ് ട്രിപ്പ് പോയത് 4-ാമത്തെ സെമ്മിലാണ്. അപ്പോൾ 5-6-ാമത്തെ സെമ്മായിരുന്നു. ഈ 5 സെമ്മും 6-ാം സെമ്മും ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഷോർട്ട് സെമ്മാണ്, അതുപോലെ നല്ല ടൈറ്റ് ആയിരുന്നു. വഴിക്ക് എക്സാമും പിന്നെ ഒരു പരിപാടികൾ പറഞ്ഞിട്ട് അതിൻ്റെ തിരക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇതിലേക്ക് തിരിയാൻ നേരം കിട്ടണ്ടേ. എൻ്റെ മെയിൻ എയിം ഇതാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ബട്ട് നടക്കണില്ല. അപ്പോൾ ഈ പരമാവധി പെട്ടെന്ന് ഓരോരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് വ്ളോഗിടാനായിട്ട് നോക്കാം, കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നോക്കാം. ഞാൻ ഏകദേശം 1 കൊല്ലം കൂടെ ഉള്ളൂ എനിക്ക് ബിടെക് കഴിഞ്ഞാൽ. കുറച്ച് സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്തെടുക്കണം. ഓരോ പരിപാടികൾ ഇറങ്ങുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ തിരിയുക. അപ്പോൾ പിന്നെ നൈസായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടണ അംഗീകാരങ്ങൾ നമ്മൾ തേടി വരുള്ളൂ. അങ്ങനെ 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ 2 സാധനങ്ങളായിട്ട് പോണത്. ഇത് ലാപ്ടോപ്പ്, ഇത് ലഗേജ്. 2 ചുമന്നുകൊണ്ട് ഞാൻ തിരുവനന്തപുരമാണ് പോകണം. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ബസ് കയറട്ടെ, ബസ് കയറിയിട്ട് ബാക്കി വിശേഷം ഓൺ ദ വേ പറയാം കേട്ടോ. ബൈ.
കേൾക്കുന്നുണ്ടോന്ന് പറഞ്ഞോടാ. വണ്ടിയുമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഇരുട്ട് നോക്കണ്ട കേട്ടോ, വണ്ടിയെ പൊക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് ബൈ ഏകദേശം സമയം ഷൂട്ട് ചെയ്യുന്ന സമയം 11:48. അപ്പോൾ അതാ ടാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാനിതാ സ്പോട്ടിലിരിക്കുകയാണ്. ഞാൻ രാവിലെ 6:30 എണീറ്റിട്ട് വീണ്ടും കിടന്നു തുടങ്ങി. 7 മണിയപ്പോൾ വീണ്ടും എണീറ്റിട്ട് വീണ്ടും കിടന്നു തുടങ്ങി. 7:15 വീണ്ടും എണീറ്റിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഒരു 8:10 ആയപ്പോൾ നമ്മുടെ സ്റ്റേജിനടുത്തി. എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കൺസോളാണ്. ആ കൺസോളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് വഴി ഇടാം. രാവിലെ പട്ടടി ഫുഡ് കിട്ടിയില്ല. 11 മണിയായപ്പോൾ ചായ കുടിച്ചു. ഒരു പഴപ്പൊരിയുടെ പരത്തിൽ നിൽക്കുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഇത് കഴിഞ്ഞപ്പോൾ 12 ലഞ്ച് ഉണ്ട്. അപ്പോൾ പിന്നെ അതിനെ പുട്ടടിച്ച് കയറാനുള്ള രീതിയിലാണ് പ്ലാൻ. യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യമില്ല. കാണുന്ന LED സ്ക്രീൻ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇത് ഇതും അതന്നെ. പിന്നെ അത് 2 സൗണ്ട് ഇതാണ് മൊത്തം കൺട്രോൾ. എൻ്റെ പണി ഇതാണ്. LED സ്ക്രീൻ മീഡിയ ആണ്. മീഡിയ ടെക്നിക്കലായിട്ടുള്ള 2 കൂടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഗൈസ് പറഞ്ഞു നിങ്ങൾ കണ്ട ക്ലിപ്പ് ഉണ്ടല്ലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് പോകണോണ്ടാണ് എടുത്തത്. അത് വന്നിറങ്ങിയപ്പോൾ കോളേജിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എടുത്ത ക്ലിപ്പാണ്. ഒന്നും കേട്ടില്ല എന്നറിയാം, സംഭവത്തിലുള്ളൂ. ആ ടൈമിൽ ഒരു 9 മണി കഴിഞ്ഞെത്തിയപ്പോൾ 9 മണിയെത്തി മെസ്സേജ് വന്നു എനിക്ക് ഇങ്ങനെ കോളേജിൽ കയറണം, കോളേജ് കണ്ടിട്ട് പോയാൽ മതി പറഞ്ഞപ്പോൾ മെസ്സേജ് വന്നപ്പോൾ ഞാനും ഇവരും കൂടിയിട്ട് കോളേജിൽ വന്നിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ആ വർക്ക് ചെയ്യാനായിട്ട് നമ്മളപ്പോൾ ഒരു 12:15 തിരിച്ചു. 12:15 റൂമിൽ പോയപ്പോൾ ഡോർമെട്രിയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്റ്റേ ഒക്കെ കുഴപ്പമില്ല. ഇന്ന് വേറെ സ്ഥലത്ത് സ്റ്റേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കണം. അവിടെ എത്തിയിട്ട് റൂമിൻ്റെ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പഴയ റൂം കാണിക്കാൻ പറ്റില്ല, അതെപ്പോഴേക്കും ഇറങ്ങി പറ്റുകയാണെങ്കിൽ കാണിക്കാം. എന്തായാലും ലഗേജ് എടുക്കാൻ പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ ലഞ്ച് ബ്രേക്ക് വേണം പറയണം. ലഞ്ച് ബ്രേക്കിന് നീണ്ട ക്യൂ അവിടെ. അപ്പോൾ ഇത് ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത് തത്തൻ എൻ്റെ കൂടെ കമ്മിറ്റിയിലുള്ളതാ. എന്നെ രാത്രി വന്ന് പിക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഇവനാണ്. എൻ്റെ പോലെ ഏതൊക്കെ കാട്ടിയോടെ നമ്മളൊന്ന് പോയാല്. അപ്പോൾ ഫേസിസ്റ്റാണ്. ഞാൻ അപ്പോൾ ആകപ്പാടെ ഫുഡായിട്ട് കണ്ടത് ബിരിയാണി ചപ്പാത്തിയൊക്കെയാണ്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നല്ല ക്യൂ ആണ്. ക്യൂവിൻ്റെ തിരക്ക് പറഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം അല്ല, നീണ്ട ഒരു നിമിഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഫുഡ് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ചപ്പാത്തി, റൈസ്, പപ്പടം, മീൻ, ചിക്കൻ, അച്ചാർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. സംഭവം വലിയ ക്യൂ ആയതുകൊണ്ട് ഐറ്റംസ് പെട്ടെന്ന് തീരുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയുള്ള ഫുഡ് ഇതാണ്. നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വരാം. ബൈ. നമ്മുടെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളെ നേരിട്ട് കാണുന്നത്. ബസ് വെയിറ്റ് വരും. ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ തീർന്ന് CM ഒക്കെ പോയി. ഞാനിപ്പോൾ വേറെ കാര്യം കാണിച്ചു തരാം. നമ്മുടെ കോളേജിൽ നിന്ന് 2 പിള്ളേർ വന്നിട്ടുണ്ട്. ഒരാളിത്, വേറൊരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്മാരുടെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ആ സ്റ്റാർട്ടപ്പ് നമുക്കൊന്ന് കാണാം. ഗൈസ്, ഇതായിരിക്കണം മാക്കറി. ഓറഞ്ച് ആപ്പിളേ അതാണ് അവൻ്റെ സ്റ്റാർട്ടപ്പ്. വില അതവൻ മറ്റേ മരുന്നടിച്ചതാ അല്ലടാ. അതാ, നീ എന്നെ അടിച്ചാണ് കിക്കാവും. അത് അങ്ങനെയൊക്കെ അതിന്റെ ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇവിടെ ആരും തൊപ്പി കൊടുക്കുന്നുണ്ട് അത്ര. അപ്പൊ എന്റെ തൊപ്പി തൽക്കാലം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. ആളെ വെറുപ്പിച്ച് ഞാൻ തൊപ്പി കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വെറുപ്പിക്കാൻ പോകുന്നു. ഞാനും, പേരെന്താ, അതുൽ, ആകാശ്, ഞങ്ങളെല്ലാരും കൂടിയിട്ട് വെറുപ്പിച്ചിട്ട് വരാം. അത് തപ്പട്ടെ കേട്ടോ, ആളിഞ്ഞി അറിയില്ല. അതെ, പെട്ടി കടക്കിട്ട് മുങ്ങിയെന്ന് ഡൗട്ട് ഉണ്ട്. കിട്ടിയ തൊപ്പി, ഇല്ലെങ്കിൽ ഇല്ല. അതന്നെ. ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇവിടെയാണ് തൊപ്പി കിട്ടിയെന്ന് പറഞ്ഞത്. നമ്മൾ വെറുപ്പിച്ചോണ്ടിരിക്കുന്നവരെന്ന് ചോദിച്ചിട്ട് നോക്കട്ടെ. ആളുടെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തൊപ്പി കിട്ടി, എന്തോ കാടൊക്കെ കിട്ടിണ്ടായിരുന്നു. അതെ, മിഠായും കിട്ടി. ഞാൻ എടുത്തോട്ടോ. അതല്ല കോമഡി, നമ്മള് ആളെ വെറുപ്പിക്കാൻ പോയപ്പോ ആളെ നമ്മളെ വെറുപ്പിച്ചു. അതാണ് സത്യാവസ്ഥ. അവസാനം നിരാശയോടെ തിരിഞ്ഞു പോകാൻ പോയി ചോദിച്ചു, തൊപ്പിയില്ലേ സാറിന്? അപ്പൊ കിട്ടി തൊപ്പി. അപ്പൊ 2 തൊപ്പി. അവന് കിട്ടി 3 തൊപ്പി. ഇത് നമ്മുടെ വിജയം. ഇനി മറ്റേ തൊപ്പി പോയി എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇതിട്ട് നടക്കട്ടെ. 1/2 മണിക്കൂർ എങ്ങാണ്ട് വേസ്റ്റ് ആയിട്ടുണ്ട് അവിടെ. നീ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് വരാം. 1-ാം തരം തൊപ്പിയുടെ ഉള്ളിൽ അവന്റെ സ്റ്റാർട്ടപ്പ് നിറച്ച് വെച്ചേക്കണു. നാരങ്ങ തോലി. കഴിവ് ഏറിയവനാ. നീ നിന്റെ സംബന്ധ പറയും, സംബന്ധനെ പറയും. അത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പറയണ വാക്കറി നിന്നോടാ പറയണേ. കണ്ടന്റ് ചോർന്നു വേണ്ട. ഇങ്ങനെയെങ്കിലും 4 ആളെ അറിയട്ടത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനല്, എന്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് അത് സെൻസർ ചെയ്യണം. നിന്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആ കീബോർഡ് അടിയിൽ നോക്കൂ. അതല്ല വേറെ പാട്ടില്ലേ, എന്തിനാന്നറിയോ? ലാപ്ടോപ്പിൽ എക്സോസ്റ്റില്ലേ, ഇതെന്തിനാ പറയും? I don't know. ഞാൻ ഈ സ്ക്രൂവിന്റെ ആ ഓട്ടല്ല അടുത്തോട്ട് കണ്ണു കാണാൻ കീസൊക്കെ എന്താ പൊന്തി നിക്കണേ? ഹൗ ബേബി ഗ്രോ എഴുതിയേക്കണെന്ന്. ഹൗ ബേബി ഗ്രോ, സ്റ്റീവ് ബോബി ജോർജിന്. ഇത് നിനക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റീവ് ബോബി ജോർജ് ആണ് ഹൗ ബേബി ഗ്രോ. വെള്ളം
കിഡിലും ഫുഡ് കിഡിലും പെർഫോമൻസ് അല്ലേ? സീൻ, ഫാഷൻ ഷോ, ഡാൻസ്, പാട്ട്, ഫ്യൂഷൻ മീൻസ് ആ ഒരു ബാൻഡ് അവരുടെ ഒരു പരിപാടി, പിന്നെ ഫുഡ്. അതൊന്നും പറയാനില്ല. സത്യം പറയാൻ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറയും തിന്നാൻ. ഫ്രീ ഫുഡ്, ഫ്രീ സ്റ്റേ, പിന്നെ ട്രാവൽ ഫ്രീ, ഇതൊക്കെ തരുമ്പോൾ പിന്നെ അത് ആസ്വദിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സോ ബേസിക്കലി ഞാൻ അടിച്ചു പൊളിക്കാനാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഈ പറക്കും സംഭവം കിടുക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ നേരെ മറ്റേ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോവുക. അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇരുട്ടത്തേക്ക് വരണേ. എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കണം. പിന്നെ റൂം കാണിച്ചു തരാം. ആദ്യമുള്ള റൂം പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നത്തെ റൂം ഇപ്പോൾ മാറ്റണമെങ്കിൽ അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്, ട്രോൾ കിട്ടിയിട്ടുണ്ട്. അതാണ് മെയിൻ. പുതിയ ടീംസിനാണ്ട് കണ്ടെത്തി അവർ ട്രോൾസ് ഉണ്ട്. അത് ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റാം. ഞാൻ അവിടെ എത്തിയിട്ട് തരാം. അത് സൈനപ്പ് ഞാൻ അവിടെ എത്തിയിട്ട് അടിക്കാം. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് അങ്ങനെ അവസാനിക്കും. ഗൈസ്, അപ്പോൾ ഞാൻ റൂമിലെത്തി. ഞാൻ ഇന്നലെ കിടന്ന റൂമാണ്, ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഇതാണ് ഗൈസ് റൂം. അപ്പുറത്ത് 4 ബെഡ്, ഇവിടെ 4 ബെഡ്. അതിൽ ആ കിടക്കണ അറ്റത്തുള്ളതാണ് എൻ്റെ ബെഡ്. പിന്നെ നോൺ AC ആണ്, ഡോർമെറ്ററി ആണ്. ഇതാണ് കഥ. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ഞാൻ ഇന്നലെ കിടന്നിരുന്ന മുറി. ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, മാറ്റമുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ അവർ വന്നിട്ടില്ല, ഞങ്ങൾ ആദ്യം എത്തി. അപ്പോൾ അവർ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ അവർ വന്നിട്ട് പറയാം. അപ്പോൾ ഇത് ടാഗ് കിട്ടി, അതൊക്കെ കാണിക്കാൻ മറന്നുപോയി. ആൻഡ് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. സോ എനിക്ക് തീരെ വയ്യ. ഞാനിപ്പോൾ എന്തായാലും അത്യാവശ്യം ലെങ്ത് ഉണ്ടായി വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗ് തന്നെ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ജോസൻ വീഡിയോ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഔട്ട്ഡോർ മറന്നിട്ടില്ല. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി അടിക്കാൻ മറക്കല്ലേ. ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഇടുക. ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. പിന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു അടുത്തടുത്ത വ്ളോഗിലേക്ക് കയറാനുള്ള ഒരു എന്താ പറയുക പ്രചോദനം. സോ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് നൈറ്റ്. നാളെ കാണാം അടുത്ത വ്ളോഗായിട്ട്, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. ബൈ ബൈ.